ഹായ് ക്രിയേറ്റേഴ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത് നമ്മൾ ക്രിയേറ്റേഴ്സ് പൊതുവെ ചെയ്യുന്ന ഒരു മിസ്റ്റേക്കിനെ കുറിച്ചാണ്. ആ ഒരു മിസ്റ്റേക്ക് കാരണം നമുക്ക് കൂടുതൽ വ്യൂസ് വരാതിരിക്കുന്നു, അതുപോലെ നമുക്ക് റവന്യൂ കുറയുന്നു, നമ്മുടെ വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് റെക്കമെൻഡ് ആവാതിരിക്കുന്നു. അങ്ങനെ ഒരുപാട് പ്രോബ്ലംസ് ഈ ഒരു മിസ്റ്റേക്ക് കാരണം നമുക്ക് സംഭവിക്കുന്നുണ്ട്. മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സാധാരണ യൂട്യൂബിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് ഓരോരുത്തരും ഓരോ രീതിയിലായിരിക്കും. ചിലർ യൂട്യൂബ് സ്റ്റുഡിയോ ആപ്പ് ഉപയോഗിച്ചായിരിക്കും, അതല്ലെങ്കിൽ യൂട്യൂബ് ആപ്പ് തന്നെ ഉപയോഗിച്ച് അപ്ലോഡ് ചെയ്യുന്നവരുണ്ട്. യൂട്യൂബ് സ്റ്റുഡിയോ വഴി ഡെസ്ക്ടോപ്പ് വേർഷനിൽ അങ്ങനെ അപ്ലോഡ് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾ ഏത് രീതിയിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നവരായിക്കോട്ടെ, നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അതിന്റെ വിസിബിലിറ്റി എന്നുള്ള ഓപ്ഷനാണ്. അവിടെ നിങ്ങൾക്ക് വിസിബിലിറ്റി എന്നുള്ളത് കാണാം. അത് പബ്ലിക് ആണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് നഷ്ടങ്ങൾ അത് കാരണം ഉണ്ടായേക്കാം. കാരണം നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് സമയം ആ ഒരു വീഡിയോക്ക് വേണ്ടി എടുത്ത് ഓൾറെഡി സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കും സമയം. നമ്മളത് വീഡിയോ ഷൂട്ട് ചെയ്യാനും അത് എഡിറ്റ് ചെയ്യാനൊക്കെ ഒരുപാട് സമയം എടുത്തിട്ടുണ്ടായിരിക്കും. അങ്ങനെ ആ വീഡിയോ എക്സ്പോർട്ട് ചെയ്ത് ഒരു വീഡിയോ ആയി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒരു ക്രിയേറ്റർക്ക് അത് എത്രയും വേഗത്തിൽ അപ്ലോഡ് ചെയ്ത് പബ്ലിക് ആക്കണം എന്നായിരിക്കും അവരുടെ മനസ്സിലുണ്ടാവുക. അപ്പോൾ ഒരിക്കലും അതിന്റെ വീഡിയോയുടെ മെത്തഡാറ്റയിൽ അവർ ശ്രദ്ധിക്കാറില്ല. അപ്പൊ ടൈറ്റിൽ, ഡിസ്ക്രിപ്ഷൻ ഒക്കെ എന്തെങ്കിലും കൊടുത്തിട്ടായിരിക്കും മിക്ക ക്രിയേറ്റേഴ്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരിക്കുക. പക്ഷെ അങ്ങനെയല്ല, ഒരു വീഡിയോക്ക് ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഭാഗം എന്നുള്ളത് അതിന്റെ മെത്തഡാറ്റയാണ്. ടൈറ്റിൽ, ഡിസ്ക്രിപ്ഷന്, തംബ്നെയിലൊക്കെ പെർഫെക്റ്റ് ആയിട്ട് കൊടുക്കേണ്ടതുണ്ട്. ഇപ്പോൾ പലരും കരുതുന്നുണ്ടാകും ടൈറ്റിലും ഡിസ്ക്രിപ്ഷനൊക്കെ ഞാൻ പെർഫെക്റ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട്, അങ്ങനെയെങ്കിൽ എനിക്ക് പബ്ലിക് ആക്കി അപ്ലോഡ് ചെയ്തുകൂടെ എന്നുള്ളത്. പക്ഷെ അങ്ങനെയല്ല. ടൈറ്റിലും ഡിസ്ക്രിപ്ഷനും മാത്രമല്ല നമ്മുടെ വീഡിയോയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത്. നമ്മൾ ആ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ 100% അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു പ്രോസസ്സിങ് നടക്കുന്നുണ്ട്. നിങ്ങൾ വീഡിയോസ് അപ്ലോഡ് ചെയ്ത് അത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾ പലരും ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും അവിടെ ഒരു SD ക്വാളിറ്റി പ്രോസസ്സിങ് കംപ്ലീറ്റ് ആകുന്നത്. അത് കഴിഞ്ഞിട്ട് കാണാം HD പ്രോസസ്സിങ്. അപ്പൊ നമ്മുടെ വീഡിയോയുടെ ക്വാളിറ്റി എന്താണോ അതിലേക്കൊരു പ്രോസസ്സിങ് കംപ്ലീറ്റ് ആകേണ്ടതുണ്ട്. പക്ഷെ നമ്മൾ ആദ്യം തന്നെ ഒരു പബ്ലിക് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ അതിന്റെ HD പ്രോസസ്സിംഗ് ഒക്കെ കംപ്ലീറ്റ് ആകാൻ ഒരുപാട് സമയം എടുക്കാറുണ്ട്. അപ്പോഴേക്കും നമ്മുടെ വീഡിയോ പബ്ലിക് ആകുന്നത്. അത് മാത്രമല്ല, അവിടെ ഒരു റെസ്ട്രിക്ഷൻസ് എന്നുള്ളത് കാണാം. നമ്മൾ വീഡിയോയിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ, റെസ്ട്രിക്ഷൻസ് ഉണ്ടെങ്കിൽ അവിടെ ഒരു കാണിക്കാറുണ്ട്. പക്ഷെ അത് അവിടെ നൺ എന്ന ആകേണ്ടതുണ്ട്. ഇതാകുന്നതിന് മുന്നേ പലരും വീഡിയോ നമ്മൾ ആദ്യം തന്നെ പബ്ലിക് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ അതൊക്കെ നമുക്ക് പ്രോബ്ലം ആയിട്ട് വരാറുണ്ട്. അതുപോലെ മോണിറ്റൈസേഷനിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ ഇല്ലേ എന്നുള്ളത് നമുക്കറിയില്ല. അതൊക്കെ വീഡിയോ പ്രോസസ്സിങ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് അതിലൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അറിയുക. മാത്രമല്ല, ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ടൈറ്റിൽ, ഡിസ്ക്രിപ്ഷൻ പെർഫെക്റ്റ് ആയിട്ട് കൊടുക്കണം. നമ്മൾ ടൈം സ്റ്റാമ്പിങ്, ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ കൊടുക്കാനുണ്ട്. അതൊന്നും നമ്മൾ ഒരു പക്ഷേ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ പലരും കൊടുക്കാറില്ല. കാരണം നമുക്ക് ആ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ തന്നെ ഒന്ന് കണ്ട് ഒന്ന് വിലയിരുത്തേണ്ടതുണ്ട്. നമ്മളിത് ഓഡിയൻസിന്റെ മുന്നിലേക്ക് ചെല്ലുകയാണ്. അപ്പൊ നമ്മളത് തംബ്നെയിലൊന്നും സെറ്റ് ചെയ്യാതെ, പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു തംബ്നെയിൽ ചെയ്യാതെ നമ്മളൊരു ആവേശത്തിൽ പെട്ടെന്ന് പബ്ലിക് കൊടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു നോട്ടിഫിക്കേഷൻ ആണ്, അല്ലെങ്കിൽ ആ വീഡിയോയുടെ ഏതെങ്കിലും ഒരു ഭാഗമായിരിക്കും, അതല്ലെങ്കിൽ നമ്മൾ നന്നായിട്ട് കൊടുക്കാത്ത എന്തെങ്കിലും ഒരു ഫോട്ടോ ആയിരിക്കും ഇംപ്രഷൻ ആയിട്ട് പോവുക. അപ്പൊ ആ ഇംപ്രഷനിൽ ക്ലിക്ക് വരാൻ ചാൻസ് കുറവാണ്. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ പബ്ലിക് ആയിട്ട് വീഡിയോ ചെയ്യുന്ന സമയത്ത് നമുക്കുണ്ട്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എപ്പോഴും വീഡിയോ നമ്മൾ പബ്ലിക് ആക്കുന്നത് എപ്പോഴാണോ അതിന്റെ ഒരു 2 മണിക്കൂർ മുമ്പെങ്കിലും നിങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്ത് നിങ്ങളൊന്ന് അനലൈസ് ചെയ്യാം. നിങ്ങളുടെ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ യൂട്യൂബിന് ഒരു അനലൈസ് ചെയ്യാനുണ്ട്. അതിന്റെ മുന്നേ നമ്മൾ തന്നെ ഒന്ന് അനലൈസ് ചെയ്യാറുണ്ട്. ഞാൻ വിചാരിച്ച രീതിയിലെല്ലാം പെർഫെക്റ്റ് ആയിട്ടുണ്ടോ എന്നുള്ളത്. ടൈറ്റിലും ഡിസ്ക്രിപ്ഷനൊക്കെ മറ്റുള്ളവർ സെർച്ച് ചെയ്യുന്ന ഒരു സ്ട്രോങ് കീവേഡുകൾ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ, എന്തെങ്കിലും റൂൾ വയലേഷൻ വന്നിട്ടുണ്ടോ, എൻഡ് സ്ക്രീനും കാർഡ്സും പ്ലേലിസ്റ്റ്, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസുകൾ നമുക്ക് ആ വീഡിയോയിൽ കൊടുക്കാനുണ്ട് അഡീഷണൽ ആയിട്ട്. അതൊക്കെ കൊടുത്ത് എല്ലാം പെർഫെക്റ്റ് ആയിട്ട് മാത്രമാണ് നിങ്ങൾ വീഡിയോ പബ്ലിക് ആക്കേണ്ടത്. അപ്പൊ തീർച്ചയായും ഇനി മുതൽ നിങ്ങൾ നിങ്ങളുടെ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അതിന്റെ വിസിബിലിറ്റി നിങ്ങൾ ഒന്നുകിൽ അൺലിസ്റ്റഡ് അല്ലെങ്കിൽ പ്രൈവറ്റ് ആക്കി അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക. നമ്മൾ നമ്മുടെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ അത് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള രീതിയിൽ വേണം നമ്മുടെ ഓഡിയൻസിന്റെ മുന്നിലേക്ക് എത്താൻ. പിന്നീട് നമ്മൾ പലരും പറയാറുണ്ട് ഇനി എനിക്ക് തിരിച്ചു പോയിട്ട് ഡിസ്ക്രിപ്ഷനിൽ ചേഞ്ച് ചെയ്യാൻ കഴിയുമോ, തംബ്നെയിൽ ചേഞ്ച് ചെയ്യാൻ കഴിയുമോ, ടൈറ്റിലൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാൻ കഴിയുമോ എന്നുള്ളത് പല ചാനൽ ചെക്ക് ചെയ്യുമ്പോഴും. അപ്പൊ അവരങ്ങനെ ചോദിക്കുമ്പോൾ നമുക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ അവിടെ ഉണ്ട്. നിങ്ങൾക്ക് തംബ്നെയിൽ ചേഞ്ച് ചെയ്യാം, ഡിസ്ക്രിപ്ഷൻ ചേഞ്ച് ചെയ്യാം, എല്ലാം ചെയ്യാം. പക്ഷെ ആ വീഡിയോയുടെ ഒരു റൺ അവിടെ അവസാനിച്ച സമയത്താണ് നിങ്ങൾ ഇത് ചെയ്യുന്നത്. പക്ഷെ അതിന് മുന്നേ നിങ്ങൾ പബ്ലിക് ആക്കുന്ന സമയത്ത് ഒരുപാട് പേരിലേക്ക് ഇത് ഇംപ്രഷൻ പോകുന്നുണ്ട്. ആ സമയത്ത് നിങ്ങൾ ഇതൊക്കെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ നിങ്ങളുടെ വീഡിയോയിൽ ഒരുപാട് മാറ്റം വന്നിരുന്നേ.
അപ്പൊ ഇത് കേട്ടിട്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട. ഇനി പഴയ വീഡിയോയിൽ പോയിട്ട് തംബ്നെയിൽ ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് ടൈറ്റിലും ഡിസ്ക്രിപ്ഷനും ചേഞ്ച് ചെയ്തിട്ട് കാര്യമില്ലേ എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട. ഇപ്പൊ നമ്മൾ ചെയ്ത വീഡിയോയിൽ പിന്നീട് പോയി ചേഞ്ച് ചെയ്യുന്നതിനേക്കാളും നല്ലതാണ് നമ്മൾ ആ വീഡിയോ പബ്ലിക് ആക്കുന്നതിന് മുന്നേ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്നത്. അത് രണ്ടിനും വലിയ മാറ്റമുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളുടെ ഇപ്പോൾ പഴയ വീഡിയോസ് ഒന്ന് റൺ ആകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോയിട്ട് അവിടെ എഡിറ്റ് ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമില്ല. പക്ഷെ നമുക്ക് അങ്ങനെ എഡിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ വീഡിയോ നമ്മളെ ഓഡിയൻസിന്റെ മുന്നിലേക്ക് വെക്കുമ്പോൾ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ തന്നെ ഒന്ന് അനലൈസ് ചെയ്ത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള രീതിയിൽ ചെയ്യുക. അങ്ങനെയെങ്കിൽ നിങ്ങൾ ഒരു 500 വീഡിയോ അപ്ലോഡ് ചെയ്താലും പിന്നീട് നിങ്ങൾക്ക് തിരിച്ചു പോയിട്ട് നമ്മുടെ വീഡിയോസിൽ യാതൊരുവിധ മാറ്റം വരുത്തേണ്ട കാര്യമില്ല എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഈ രീതിയിൽ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഇനി മുതൽ ആ ഒരു മിസ്റ്റേക്ക് നിങ്ങൾ ചെയ്യാതിരിക്കുക. അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടൺ കൂടി അമർത്തുക. അപ്പം മറ്റൊരു യൂസ്ഫുൾ ആയിട്ടുള്ള യൂട്യൂബ് ടിപ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.